ഇത് യൂറോപ്പും ബാലിയും തായ്ലൻഡും ഒന്നുമല്ല കേട്ടോ. വെൽക്കം ടു ദ മെഡിറ്ററേനിയൻ ഓഫ് കാനഡ. ടൊറന്റോയിൽ നിന്നും 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇത് കാനഡ തന്നെയാണോ എന്ന് സംശയം തോന്നിക്കുന്ന ബ്രൂസ് പെനിൻസുല റീജിയനിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ടോബമോറി, മാനിറ്ററിയൻ ഐലൻഡ്സ് എന്നീ സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇത്തവണത്തെ യാത്ര. ഇവിടെ നിന്നും നോർത്തേൺ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ആ ഷിഫ്റ്റ് ഇൻ സീൻസ് നമ്മൾക്ക് കാണാവുന്നതാണ്. സ്കൈ സ്ക്രീപ്പർ ബിൽഡിംഗ്സ് ഗെറ്റിംഗ് റീപ്ലേസ്ഡ് വിത്ത് വൈൻഡിംഗ് റോഡ്സ്, 2 വശത്തുമുള്ള ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്, ചെറിയ ചെറിയ ടൗൺസ് ആൻഡ് മറ്റേ ഫ്രഷ് വടക്കൻ കാറ്റും. ടോബമോറിയെ പരിചയപ്പെടണമെങ്കിൽ ആദ്യം അവന്റെ ചേട്ടനായ ബ്രൂസ് പെനിൻസുലയെ പരിചയപ്പെടണം. ഐസേജ് കാലത്തെ ഗ്ലേഷ്യൽ ആക്ടിവിറ്റി കാരണം 5 ഗ്രേറ്റ് ലേക്സ് ആണ് നമ്മളുടെ ഭൂമിയിലുള്ളത്. അതിലൊന്നാണ് ലേക്ക് ഹ്യൂറോൺ. ഈ ലേക്ക് ഹ്യൂറോനെയും ജോർജിയൻ ബേനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെച്ച് ഓഫ് ലാൻഡ് ആണ് നമ്മളുടെ ബ്രൂസ് പെനിൻസുല. ഈ ബ്രൂസ് പെനിൻസുലയുടെ നോർത്തേൺ ടിപ്പാണ് ടോബമോറി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആരാണ് ഈ ജോർജിയൻ ബേ? ഈ ജോർജിയൻ ബേ ചെറിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഇതും ഗ്രേറ്റ് ലേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ വലുപ്പം കൊണ്ടും ഭംഗി കൊണ്ടും പലപ്പോഴും 6th ഗ്രേറ്റ് ലേക്ക് എന്നും അറിയപ്പെടാറുണ്ട്. 30,000-ലേറെ ഐലൻഡുകൾ ചേർന്നിട്ടുള്ള വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആർക്കിപെലഗോ അഥവാ ദ്വീപ സമൂഹമാണിത്. സിറ്റി ലൈഫിന്റെ തിരക്കും ബഹളവും ഒന്നുമില്ലാത്ത പെർഫെക്റ്റ്ലി ചിൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ബ്രൂസ് പെനിൻസുല നാഷണൽ പാർക്കിനകത്ത് സ്ഥിതി ചെയ്യുന്ന ദി ഗ്രോട്ടോ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പൊതുവെ തിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് പാർക്കിംഗ് സ്ലോട്ട്സ് ഒക്കെ പാർക്സ് കാനഡ വെബ്സൈറ്റിൽ പോയി നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു റോഡ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത്. ചെറിയ ഒരു ഫോറസ്റ്റ് ട്രെയിലിലൂടെ ഹൈക്ക് ചെയ്താണ് നമ്മൾ ഗ്രോട്ടോയിൽ എത്തുന്നത്. ഇത് കേവ് പോലെ തോന്നിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇവിടെ മുഴുവനും ബ്ലൂ ഗ്രീൻ ക്ലിയർ വെള്ളവും, ആകെ മൊത്തം ഒരു കരീബിയൻ ഫീൽ. നമ്മൾ ഹൈക്ക് ചെയ്ത് എത്തുന്ന ചെറിയ ക്ലിഫിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വേണം ഗ്രോട്ടോയിൽ എത്താൻ. ക്ലിഫ് വ്യൂ മാത്രം കണ്ട് മടങ്ങുന്നവരുമുണ്ട് കേട്ടോ. ഒണ്ടാരിയോയിലെ തന്നെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ് പ്ലേസ് ആണ് ഗ്രോട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ എത്തിയപ്പോൾ ബോധ്യമായി. നമ്മൾ മോശാക്കിയില്ല, ക്ലിക്ക് ചെയ്തു 2-3 ഫോട്ടോസ്. ഗ്രോട്ടോ ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല, ഇതൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്. ലൈഫിൽ ഒരു ചെറിയ പോസ് എടുത്ത് ഒന്ന് കാമായി ബ്രീത്ത് ചെയ്യാനുള്ള ഒരു റിമൈൻഡർ. Sunlight dances on the waves so free. A salty breeze whispers secrets to me. Shells like treasures scattered in the sand. I feel the world resting in my. ഗ്രോട്ടോ ഹൈക്കും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൈപ്രസ് ലേക്ക് ട്രെയിലിലേക്കായിരുന്നു. ബ്രൂസ് പെനിൻസുല പാർക്കിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിലാണിത്. ഫസ്റ്റ് ടൈം ഹൈക്കേഴ്സിനും ഫാമിലിക്കും ഒക്കെ പറ്റിയ ഒരു സിമ്പിൾ ഹൈക്ക്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കാടിന്റെ ശാന്തതയും സൈപ്രസ് ലേക്കിൽ നിന്നും പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങളും തണുത്ത കാറ്റിന്റെ ശബ്ദവും ഒക്കെ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഒരു സ്ഥലത്ത് വരുമ്പോൾ പറ്റുന്നത്ര മാക്സിമം കണ്ടു തീർക്കുക എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ് അല്ലെ. ഇവിടെ സമ്മറിൽ വൈകിട്ട് 9-10 മണി വരെ വെളിച്ചമുള്ളത് കൊണ്ട് കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യാനും പറ്റും. അങ്ങനെ അടുത്തുള്ള സിംഗിങ് സാൻഡ്സ് ബീച്ചും കൂടി കണ്ടേക്കാമെന്ന് വെച്ചു. ഒരു കോഴിക്കോടുകാരിയായ എനിക്ക് ബീച്ച് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് ബീച്ചാണ് ആദ്യം ഓർമ്മ വരാം. പക്ഷേ ഇവിടെ ബീച്ച് എന്ന് പറയുന്നത് ലേക്കിന്റെ തീരങ്ങളെയാണ്. അങ്ങനെ ലേക്ക് ഹ്യൂറോന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഷാലോ ബീച്ചാണ് സിംഗിങ് സാൻഡ്സ്. ഇവിടെ മണലിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ഹമ്മിങ് ശബ്ദം കേൾക്കാം. അങ്ങനെയാണ് സിംഗിങ് സാൻഡ്സ് ബീച്ച് എന്ന് പേര് വീണത്. ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ ബുക്ക് ചെയ്ത എയർബിഎൻബിയിലേക്ക് പോയി. വിയാറ്റൻ എന്ന ചെറിയ ഒരു ടൗണിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. അങ്ങനെ എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ വെച്ച് വിയാറ്റൻ ടൗണിലൂടെ ഒരു ചെറിയ നടത്തം നടക്കാമെന്ന് വെച്ചു. ഇവിടുത്തെ പ്രധാന ആകർഷണം വിയാറ്റൻ വില്ലിയാണ്. കാനഡയിലെ പ്രശസ്തമായ ഗ്രൗണ്ട് ഹോഗ് ഉത്സവം ആഘോഷിക്കുന്നതും ഇവിടെയാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 2 നടക്കുന്ന ഗ്രൗണ്ട് ഹോഗ് ഡേയിൽ വില്ലി വേനലിന്റെ വരവ് പ്രവചിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു മനോഹരമായ പരമ്പരാഗത ഉത്സവമാണിത്. വില്ലി അവന്റെ നിഴൽ കാണുന്നുവെങ്കിൽ ഇനിയും 6 ആഴ്ച വിന്റർ തുടരുമെന്നും കാണുന്നില്ലെങ്കിൽ സമ്മർ അടുക്കുന്നു എന്നുമാണ് ഇവരുടെ വിശ്വാസം. എന്തൊക്കെ ആചാരങ്ങളാണല്ലേ. അങ്ങനെ വില്ലിയോട് ഗുഡ് ബൈയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു റൂമിലെത്തി. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സെഞ്ചുറി ഹോമിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. 1880 കാലഘട്ടത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ 20 കിലോമീറ്റർ നടത്തത്തിന് ശേഷം നന്നായി ഉറങ്ങാമെന്ന് വെച്ചു. എന്നാലല്ലേ നാളെ ഫ്രഷായി എണീറ്റ് അടുത്ത 20 കിലോമീറ്റർ നടക്കാൻ പറ്റൂ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Until then, please subscribe to and keep watching Podders and Biryani.